അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കുടിയേറ്റക്കാരോടും കയ്യേറ്റക്കാരോടും സർക്കാരിന് രണ്ട് നയമാണെന്നും മന്ത്രി പറഞ്ഞു. വ്യാജ പട്ടയങ്ങളുണ്ടാക്കി നൂറുകണക്കിന് ഏക്കർ ഭൂമി കയ്യേറിയവർക്കെതിരെ ഒരു കേസ് പോലുമില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കുടിയേറ്റത്തിന്റെ പേരിൽ നടത്തുന്ന കയ്യേറ്റം സർക്കാർ അനുവദിക്കില്ലെന്ന് പറഞ്ഞ റവന്യൂ മന്ത്രി കുടിയേറ്റക്കാരോടും കയ്യേറ്റക്കാരോടും സർക്കാരിന് രണ്ട് നയമാണെന്നും വ്യക്തമാക്കി. പരുന്തുംപാറയിൽ കയ്യേറ്റമൊഴിപ്പിക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തി. മെയ് 2 വരെ പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണത്തിന് ഇടുക്കിക്ക് പുറത്തുള്ള 15-അംഗ സംഘത്തെ നിയോഗിച്ചതായും മന്ത്രി. കയ്യേറ്റത്തിന്റെ പിന്നിൽ ആരാണെങ്കിലും അതിന്റെ മുഖം ഈ ഗവൺമെന്റ് നോക്കില്ല. പിന്നെ ചൊക്രമുടിയിൽ നാം അത് കണ്ടു. എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. ഗവൺമെന്റിനെതിരായി, റവന്യൂ വകുപ്പിനെതിരായി, പാർട്ടികൾക്കെതിരായി. ഒരു തരത്തിലും ഞങ്ങളുടെ മേൽ അത് ഏശാഞ്ഞതെന്നുകൊണ്ടാണ് സാർ അവിടുത്തെ 4 പട്ടയങ്ങളും ക്യാൻസൽ ചെയ്തു. 13.9 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയാണ്. ഇടുക്കിയിൽ നിന്നും ആളുകളെ പാക്ക് ചെയ്യുന്നതാണ് സർക്കാരിന്റെ ഇടുക്കി പാക്കേജ് എന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. ചൊക്രമുടിയിൽ ഒരു വ്യക്തി 344 ഏക്കർ കയ്യേറി മറിച്ചു വിറ്റു. പാറക്കെട്ട് പൊട്ടിച്ച് 2.5 കിലോമീറ്റർ റോഡ് പണിതു. റിപ്പോർട്ട് കിട്ടിയിട്ടും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സർക്കാർ ഒരു നടപടിയും എടുത്തില്ലെന്ന് VD സതീശൻ. വർഷങ്ങളായി, തലമുറകളായി അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സാധാരണക്കാരായ കർഷകർക്കും കുടിയേറ്റക്കാർക്കും ഉണ്ടാകുമ്പോൾ സാർ കയ്യേറ്റക്കാർ സ്വൈരവിഹാരം നടത്തുകയാണ്. പരുന്തുംപാറ ഉൾപ്പെടെയുള്ള കയ്യേറ്റങ്ങളിൽ അടിയന്തര പ്രമേയത്തിനുള്ള പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. PS വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.